ലോകത്ത് തന്നെ ഏറ്റവും വലിയ ടൂ വീലർ മാനുഫാക്ചേഴ്സിൽ ഒരാളാണ് ഹീറോ മോട്ടോകോപ്പ് എന്ന് പറയുന്നത്. അവരുടെ തന്നെ കമ്മ്യൂട്ടർ ബൈക്സ് എന്ന് പറയുന്നത് ഏകദേശം 12 എണ്ണത്തോളം ഉണ്ട്. അതിന് തന്നെ രണ്ടായിട്ട് ഹീറോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർമൽ കമ്മ്യൂട്ടേഴ്സും പിന്നെ വരുന്നതാണ് എക്സിക്യൂട്ടീവ് സീരീസ്. അപ്പോൾ എക്സിക്യൂട്ടീവ് സീരീസിൽ വരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹീറോ കമ്പ്യൂട്ടർ ബൈക്കാണ് നമ്മുടെ ഗ്ലാമർ എന്ന് പറയുന്നത്. ഗ്ലാമറിൻ്റെ തന്നെ ഒരു ന്യൂ ജനറേഷൻ വേർഷനാണ് ഗ്ലാമർ എക്സ്ടെക് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതാണ് ഹീറോയുടെ ഗ്ലാമർ എക്സ്ടെക്. എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്ന പ്രത്യേകതകൾ, ഇത് എത്ര രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്, ഇത് ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എ വെരി ബിഗ് താങ്ക്സ് ടു BH ഹീറോ പത്തനംതിട്ട. അവിടെ നിന്നാണ് നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി റിവ്യൂവിനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹീറോ മോട്ടോർ സൈക്കിൾസിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ തന്നെ ടെസ്റ്റ് റൈഡിന് വേണ്ടി, ബുക്കിങ്ങിന് വേണ്ടി, സർവീസിന് വേണ്ടും മറ്റെന്ത് അനുബന്ധ കാര്യങ്ങൾക്കും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും ഷോറൂം ലൊക്കേഷനും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നോർമൽ ഗ്ലാമറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്പോർട്ടിയറും അതുപോലെ യങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഗ്ലാമർ എക്സ്ടെക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. കാരണം നമുക്ക് ഫ്രണ്ടിൽ ഇതിൽ വന്നിരിക്കുന്നത് ഒരു LED ഹെഡ് ലാമ്പാണ്. അതും DRLസും വാഹനത്തിൽ കാണാൻ സാധിക്കും. മുകളിൽ ഒരു ചെറിയ വിൻ വൈസർ വരുന്നുണ്ട്, അത് ബ്ലാക്ക് ഔട്ട് ആയിട്ടാണ്. നടുക്ക് നമ്മുടെ ഹീറോയുടെ ലോഗോയും ഇതിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഹാലജൻ യൂണിറ്റ്സ് ആണ് ഈ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ച് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 30 മില്ലിമീറ്റർ ഡയമീറ്റർ വരുന്ന ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതേപോലെ തന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു മഡ് ഫ്ലാപ്പും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ച് 5 സ്പോക്ക് സ്പ്ലിറ്റ് അലോയ് വീൽസ് ആണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതിൽ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കിടക്കുന്നത്. MRFൻ്റെ 80/100 സെക്ഷനാണ് ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വരുന്നത്. അതേപോലെ തന്നെ 240 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബൈബ്രിയുടെ 3 പിസ്റ്റൺ കാലിപ്പറുമാണ് ഇതിന് ഫ്രണ്ടിൽ വരുന്നത്. പോരാത്തിന് കോംബി ബ്രേക്കിംഗ് ടെക്നോളജിയും ഈ ഒരു ബൈക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡിസ്ക് ബ്രേക്ക് വേരിയൻറ്റിലും ഡ്രം ബ്രേക്ക് വേരിയൻറ്റിലും ഗ്ലാമർ എക്സ്ടെക് അവൈലബിൾ ആണ്. ഡ്രം ബ്രേക്കിൽ നമുക്ക് ഫ്രണ്ടിൽ 130 mm ഡ്രം ആയിരിക്കും വരുന്നത്. 10 ലിറ്ററിൻ്റെ ഒരു മെറ്റൽ ഫ്യൂൽ ടാങ്ക് ആണുള്ളത്. ടാങ്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ടാങ്ക് കൗള് കാണാൻ സാധിക്കും. അത് ഗ്ലാമർ എന്നുള്ള ബാഡ്ജിങ് 3D ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ടെക് എന്നുള്ള സ്റ്റിക്കറിങ്ങിലുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്ക് കപ്പാസിറ്റി വെച്ചിട്ട് ഏകദേശം 500 മുതൽ 600 കിലോമീറ്ററിൻ്റെ റേഞ്ച് നമുക്ക് ഈ ഒരു 125cc വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല ലോങ് ആയിട്ടുള്ള വീതിയേറിയ പാഡഡ് ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. റൈഡറിനായിക്കോട്ടെ പില്ലിനായിക്കോട്ടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സോ ഇച്ചിരി ശരീര വലിപ്പമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റാണ്. ഇത്രയും കയറി ഇരുന്നാൽ ഒരാൾ കൂടി ഇരിക്കാവോ? കുട്ടിക്ക് ഇരിക്കാവോ? സോ വൺ സൈഡ് ഇരുന്നേ, ഇനി ഇറങ്ങി വൺ സൈഡ് ഇരുന്നേ. അതല്ലെന്ന് അതിന് തോർക്ക് കാണത്തില്ലോ നീ പുറകെ ഇരിക്കുന്നത്. വൺ സൈഡ് എങ്ങനെ ഇരിക്കുന്നതൊക്കെ അവർക്കറിയാം. നിനക്ക് ജസ്റ്റ് സ്പേസ് ഉണ്ടോന്ന് അവർക്ക് അറിഞ്ഞാൽ മതി. കാലൊന്നും അങ്ങനെ ഇരിക്കണ്ട, സോഫയിലാണോ ഇരിക്കുന്നത്? പിടിച്ചിരിക്കാ, കാല് ചവിട്ടാൻ പറ്റുന്നുണ്ടോ? സിംഗിൾ റൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് അവൈലബിൾ ആണ്. ഈ സൈഡിലേക്കും ഇങ്ങനെ ഇറങ്ങി സീറ്റിന്റെ പാഡിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടാണ് ഇതിൽ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട്. സീറ്റ് ഹൈറ്റും വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 798 മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ ഹൈറ്റിൽ പെടുന്ന ആളുകൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റ് ഹൈറ്റാണ്. എന്നെപ്പോലെ ഹൈറ്റുള്ള ആൾക്ക് കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുട്ടാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഫുട് പാക്ക് പൊസിഷനും ഹാൻഡിൽ ബാർ പൊസിഷനും എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഫുട് പാക്ക് പൊസിഷൻ മിഡിൽ സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ഫോർവേഡ് സെറ്റ് നമുക്ക് വിളിക്കാൻ സാധിക്കും. ടിപ്പിക്കൽ കമ്പ്യൂട്ടർ ബൈക്സിൽ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ അതേ രീതിയിലാണ് ഹാൻഡിൽ ബാറും വന്നിരിക്കുന്നത്. ഹാൻഡിൽ ബാർ നമ്മുടെ അടുത്തേക്ക് റീച്ച് ആകുന്ന രീതിക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കൈ ഒന്നെടുത്ത് വെച്ചാൽ തന്നെ നിവർന്നിരിക്കുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്റർ വന്നിരിക്കുന്നത്. അങ്ങനെ ഓവറോൾ ഈ ഒരു സീറ്റും ഈ ഒരു ടാങ്ക് ഡിസൈനും ഈ ഒരു ഫുട് പാക്കിൻ്റെ പൊസിഷനും ഹാൻഡിൽ ബാറിൻ്റെ റീച്ചും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു കംഫർട്ടബിളും റിലാക്സ്ഡുമായിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററും യാത്രാ അനുഭവമാണ് ഇതിൽ കിട്ടുന്നത്. ബിഗിനേഴ്സിനും കുറച്ച് പ്രായമായവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം കൂടിയാണത്. കാരണം ഇതിന് വെയിറ്റ് വെറും 124 കിലോഗ്രാം മാത്രമേ വരുന്നുള്ളൂ. ഡിസ്ക് ബ്രേക്ക് വേരിയന്റിനേക്കാളും 1 കിലോഗ്രാം കുറവാണ് ഡ്രം ബ്രേക്ക് വേരിയന്റിന്റെ വെയിറ്റ്. 123 കിലോഗ്രാംസ് ആണ് അതിന് വരുന്നത്. അതേപോലെ തന്നെ 180 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള വഴികളിലൂടെയും അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ ഒക്കെ തന്നെയും രണ്ടുപേരെ വെച്ചുകൊണ്ട് പോയാലും അടി തട്ടുന്ന ഒരു ഇഷ്യൂ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫേസ് ചെയ്യുകയില്ല. ഈ പുറയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സസ്പെൻഷൻ ഡബിൾ സൈഡഡ് ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത് വിത്ത് സ്പ്രിംഗ് അസിസ്റ്റ്. അതിന് 5 സ്റ്റെപ്പോളം പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ പോലെ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ്. ബാക്കിലും സ്പ്ലിറ്റ് ടൈപ്പ് ആണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതിൽ 100/80 സെക്ഷൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലെ പോലെ തന്നെ പിന്നിലേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലാമ്പിൻ്റെ ഷേപ്പ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഷാർപ്പായിട്ടാണ്. അതേപോലെ തന്നെ ഷാർപ്പ് ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ബാക്കിലും കാണാൻ സാധിക്കും. ഈ ഒരു മഡ് ഫ്ലാപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടർ ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ സ്പോർട്സ് ബൈക്കുകളിൽ മറ്റുമാണ് നമ്മൾ ഇത്തരം ഒരു ഡിസൈൻ കാണുന്നത്. പക്ഷേ ചള്ള അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു എക്സ്ട്രാ ടയർ ഹഗ്ഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ടയർ ഹഗ്ഗർ നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 125cc ഇതുപോലൊരു കമ്പ്യൂട്ടർ ബൈക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിന് നോർമലി വരുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിയർ ലുക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടും. അതേപോലെ മഴയുള്ള സമയങ്ങളിൽ ഈ ടയർ ഹഗ്ഗർ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്തേക്ക് ചള്ള അടിക്കാണ്ടിരിക്കാനും അത് സഹായിക്കുന്നതായിരിക്കും. സോ ആ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നോർമലി കമ്പ്യൂട്ടേഴ്സിന് ഇച്ചിരി താഴേക്ക് ഇങ്ങനെ ഒരു വാല് പോലെ വരുന്ന ഡിസൈനാണ്. എനിക്കത്
പേഴ്സണലി അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ക്യാരക്ടറുമായിട്ടൊന്ന് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ടെയിൽ എൻഡും ഹീറോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ സാരി ഗാർഡും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പോസ്റ്ററിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ അമ്മമാരെ, പെങ്ങന്മാരെ അല്ലെങ്കിൽ സിംഗിൾ സൈഡ് ഇരിക്കുന്ന ആളുകളെയൊക്കെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു സാരി ഗാർഡിൻ്റെ ഫുഡ് റെസ്റ്റും അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഫുഡ് റെസ്റ്റും അവർക്ക് ഒരു സൈഡിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പോലെയാണ്. അതേപോലെ തന്നെ നല്ല ഒരു ഗ്രാബ് റെയിൽ ഇതിൽ വന്നിട്ടുണ്ട്. സ്പോർട്ടി ഡിസൈനാണ് ഇതിനും വന്നിരിക്കുന്നത്. അതേപോലെ ഇതിൽ പുറകിലിരിക്കുന്നവർക്ക് പിടിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഗ്രാബ് റെയിൽ ഉള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് ആൻഡ് കോൾ അലേർട്ടുകളും ടേൺ ബൈ ടേൺ നാവിഗേഷനും ഇതിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇത് ഒരു ഡിജിറ്റൽ ടാക്കോമീറ്റർ ആണ്. ഡിജിറ്റൽ സ്പീഡോമീറ്റർ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, ടൈം, ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ് പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ കാണിക്കുന്നത്. റൈറ്റ് സൈഡിലെ ഡിസ്പ്ലേയിലാണ് നമുക്ക് ട്രിപ്പ് മീറ്റേഴ്സ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് പെയറിംഗ് ഡിസ്പ്ലേ, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, അതേപോലെ തന്നെ ഇക്കോ മീറ്റർ. ഈ ഒരു ഇക്കോ മീറ്റർ നോക്കിക്കൊണ്ട് നമ്മൾ എന്തോരം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് 2 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്. ട്രിപ്പ് മീറ്ററുകളിൽ നമുക്ക് ടോട്ടൽ ട്രിപ്പ്, ആവറേജ് സ്പീഡ്, റൈഡിംഗ് ടൈം, ഡേറ്റ് പോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും മറ്റു വാർണിംഗ് ലാംപ്സും ഒക്കെ തന്നെ നമുക്ക് ടോപ്പിലാണ് കാണിക്കുന്നത്. അതേപോലെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറും ഈ ഒരു വാഹനത്തിലുണ്ട്. മീറ്ററിന് സൈഡിലായിട്ട് നമുക്കൊരു USB 3.0 ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ തന്നെ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വാഹനം എടുത്തിട്ട് ഇപ്പോൾ സ്വിഗ്ഗി പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള ജോലികൾക്ക് പോകുന്ന ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാനായിട്ട് വളരെ കൺവീനിയൻ്റ് ആയിരിക്കും. 124.7 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് 4-stroke 2-valve എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. മാക്സിമം 10.7 bhp പവർ 7500 RPM, 10.6 Nm ടോർക്ക് 6000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടെ ഒരു 5-speed ഗിയർ ബോക്സ് ആണ് ഈ ഒരു എഞ്ചിന് കൊടുത്തിരിക്കുന്നത്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതായത് ഒട്ടുമിക്ക എല്ലാ RPM റേഞ്ചിലും നല്ല റിഫൈൻഡ് ആയിട്ട് തോന്നും. പക്ഷേ ഒരു 5000-6000 RPM ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫുഡ് പെക്കിന്റെ ഭാഗത്തേക്കും ഹാൻഡിൽ ബാറിലൊക്കെ ചെറിയ രീതിക്കുള്ള തരിപ്പ് ഫീൽ ചെയ്യും. അതിന് താഴേക്ക് വളരെ സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ പവർ ഡെലിവറി വളരെ ലിനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ആണ്. 2 പേര്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള 2 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കയറ്റം കയറുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ ഹൈവേസിലുള്ള ഓവർടേക്കിംഗ് ടൈമിലൊക്കെ തന്നെ നമ്മൾ ഗിയർ ബോക്സിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും. നമ്മൾ മൾട്ടിപ്പിൾ ഗിയേഴ്സ് ചിലപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് നല്ലപോലെ കൈ കൊടുത്തെടുത്താൽ മാത്രമേ വാഹനം ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ തന്നെ വലിച്ചുകൊണ്ട് പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലെ കമ്മ്യൂട്ടിങ്ങിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു എഞ്ചിൻ കൂടിയാണിത്. കാരണം ഏകദേശം 55 മുകളിൽ മൈലേജ് തരാൻ കേപ്പബിൾ ആണ്. ആ ഒരു മൈലേജും ഇതിൻ്റെ ആ ഒരു 10 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 550 to 600 കിലോമീറ്റേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് ടാങ്ക് റേഞ്ചും കിട്ടുന്നുണ്ട്. അതേപോലെ മെയിൻ്റനൻസിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഹീറോ എഞ്ചിനാണ്. വളരെ അഫോർഡബിൾ ടു മെയിൻറ്റെയിൻ ആണ്. ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നതും നല്ലതാണ്. കാരണം ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഹീറോയുടെ ഇഷ്ടംപോലെ ഡീലർഷിപ്സ് ഉണ്ട്. അവരുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ്. സോ ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല പാർട്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെക്കാനിക്സിനാണെങ്കിൽ തന്നെ പണിയാനും വളരെ എളുപ്പമായിട്ടുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. പവർ സ്റ്റാർട്ടിലും കിക്ക് സ്റ്റാർട്ടിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇതിന് കിക്കറുണ്ടോ എന്ന്. ഈ വാഹനത്തിന് കിക്കർ വരുന്നുണ്ട്. ഇത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ്. അതേപോലെ തന്നെ ഹീറോയുടെ i3s ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ ഐഡ്ലിംഗ് ടൈമിൽ വാഹനം തന്നെ ഷട്ട് ഡൗൺ ആവുകയും പിന്നീട് നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്തേക്ക് ഓണായി വരികയൊക്കെ തന്നെ ചെയ്യും. ഹീറോയുടെ മറ്റ് വാഹനങ്ങളുള്ള ആ ഫീച്ചറൊക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു എഞ്ചിൻ ഹീറോയുടെ മിക്ക 125cc കമ്പ്യൂട്ടർ ബൈക്കിലും ഇരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ഗ്ലാമർ എക്സ്ട്രക്കിലും അവർ കൊടുത്തിരിക്കുന്നത്. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാലും ഇതുപോലുള്ളൊരു കമ്പ്യൂട്ടർ ബൈക്കിനെ വെച്ച് നോക്കുന്നതിൽ നല്ല ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഫ്രണ്ടിൽ 3 piston കാലിപ്പറാണ് വന്നിരിക്കുന്നത്, അതും ബൈബിയുടെ ഭാഗത്തു നിന്ന്. സോ അത്യാവശ്യം ഫ്രണ്ട് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റോപ്പിംഗ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഷാർപ്പ് ഇനിഷ്യൽ ബൈറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസീവ് സ്റ്റോപ്പിംഗ് പവർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇതേപോലെ ഒരു 124 കിലോ ഉള്ളൊരു വാഹനം ഒരു 70-75 അല്ലെങ്കിൽ 80 കിലോ ഉള്ള 2 പേരെ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിർത്താവുന്ന രീതിക്കാണ് ബ്രേക്ക് വന്നിരിക്കുന്നത്. ബാക്ക് ബ്രേക്കും അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. ഡ്രം ആണെങ്കിൽ കൂടിയും ഡ്രമ്മിൻ്റെ ആ ഒരു റെസ്പോൺസ്, അതിൻ്റെ ഒരു സ്റ്റോപ്പിംഗ് പവർ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്തു. അത്രയാണ് ഇതിൻ്റെ യാത്രാസുഖം അല്ലെന്നുണ്ടെങ്കിൽ കംഫർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയാനായിട്ടുള്ളത്. ഇനി ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഹീറോ വാഹനങ്ങൾ നമുക്ക് എപ്പോഴും അഫോർഡബിൾ മോഡൽസ് ഇറക്കുന്ന ഒരു കമ്പനിയാണ് ഹീറോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്ലാസ്റ്റിക് ക്വാളിറ്റി ആയിക്കോട്ടെ, ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതായത് പാനൽ ഗ്യാപ്സ് വന്നിരിക്കുന്ന മറ്റ് കമ്പോണൻസ് ഒക്കെ തന്നെ ഒരു ആവറേജ് ക്വാളിറ്റിയിൽ വരുന്ന കമ്പോണൻസ് ആണ്. ബട്ട് ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഈസിലി അവൈലബിൾ ആണ്, അഫോർഡബിൾ റേഞ്ചിലും നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ ഭാരമായിട്ട് വരാൻ സാധ്യതയില്ല. ഇന്ത്യൻ ഫാമിലീസിന് ബെയർ ചെയ്യാവുന്ന രീതിക്ക് മാത്രമാണ് ഇതിന് വരാൻ ചാൻസ് ഉള്ളൂ. ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ ഗ്ലാമർ എക്സ്ട്രക്കിന് ഡ്രമ്മും ഡിസ്കൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡ്രം വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 93,000 രൂപയിൽ നിന്നുമാണ് എക്സ്ഷോറും. ഡിസ്ക് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏകദേശം 4,000 രൂപയും കൂടെ കൂടുതലുണ്ട്. 97,000 രൂപയാണ് ഡിസ്ക് ബ്രേക്ക് വേരിയൻറ്റ് എക്സ്ഷോറും പത്തനംതിട്ട പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട് ഓൺ റോഡ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ
BH Hero പത്തനംതിട്ട കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺ റോഡ് പ്രൈസ്, അതുപോലെ തന്നെ നിങ്ങളിത് ഫിനാൻസ് ഇട്ടാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പുതിയ ഹീറോ ഗ്ലാമർ എക്സ്-ടെക്കിനെ പറ്റിയിട്ട് നമുക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വിപരീത അഭിപ്രായങ്ങളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഈ ഒരു വാഹനം ഇനി വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ വാഹനങ്ങളുടെ ഉൾപ്പെടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഒരുപാട് പേര് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞങ്ങളുടെ ഒരു വലിയ റിക്വസ്റ്റ് ആണ് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ദെൻ എൻജോയ് യുവർ കണ്ടന്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിത് സൈനിങ് ഔട്ട്.